എല്ലാവർക്കും ബ്രെയിൻ ടെക് എജ്യുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സാമൂഹ്യശാസ്ത്ര ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ആൻസർ വ്യാഴം. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏത്? തെലുങ്കാന. കേരളത്തിലാകെ എത്ര നദികളാണുള്ളത്? ഉത്തരം 44. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതാര്? നീൽ ആംസ്ട്രോങ്. രണ്ടാമത്തെ ചോദ്യം, ഒരു വെളുത്തവാവ് മുതൽ അടുത്ത വെളുത്തവാവ് വരെ ഏകദേശം എത്ര ദിവസങ്ങളുടെ ഇടവേളയാണുള്ളത്? ഉത്തരം 28 ദിവസങ്ങൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഹരിയാന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏത്? ഉത്തരം ചണ്ഡീഗഡ്. 7. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഗുജറാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ആൻസർ ശാസ്താംകോട്ട തടാകം. 9. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏത്? ഉത്തരം പസഫിക് സമുദ്രം അല്ലെങ്കിൽ ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നുണ്ട്. ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? അന്റാർട്ടിക്ക. 11ാമത്തെ ക്വസ്റ്റ്യന്, ഒരു അതിവർഷത്തിൽ എത്ര കലണ്ടർ ദിനങ്ങളാണുള്ളത്? ഉത്തരം 366. 4 വർഷം കഴിയുമ്പോഴാണ് 366 ദിവസങ്ങൾ ഉണ്ടാവുക. അതിനെയാണ് അതിവർഷം എന്ന് പറയുന്നത്. അതിവർഷത്തിൻ്റെ ഡേറ്റ് അടയാളപ്പെടുത്തുന്നത് ഫെബ്രുവരി 29-നാണ്. 12ാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? ചിറാപൂഞ്ചി. ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ആൻസർ ദ്രൗപദി മുർമു. കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാര്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. 15. വിയറ്റ്നാമിനെതിരായ യുദ്ധത്തിൽ ഏജന്റ് ഓറഞ്ച് എന്ന രാസായുധം പ്രയോഗിച്ച രാജ്യം ഏത്? അമേരിക്ക. 16ാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആര്? ഉത്തരം എം ഫാത്തിമ ബീവി. 17. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. 18. ദൈവം ദശകം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ശ്രീനാരായണ ഗുരു. രാജ്ഭവൻ ആരുടെ ഔദ്യോഗിക വസതിയാണ്? ആൻസർ സംസ്ഥാന ഗവർണർ. 20ാമത്തെ ക്വസ്റ്റ്യന്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തരം നെതർലാൻഡ്. 21ാമത്തെ ക്വസ്റ്റ്യന്, ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ഒരാൾക്ക് വേണ്ട കുറഞ്ഞ പ്രായം എത്ര? ഉത്തരം 21. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? 1936. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? പാടലീപുത്രം. 25ാമത്തെ ക്വസ്റ്റ്യന്, കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആരായിരുന്നു? ആൻസർ അലാവുദ്ദീൻ ഖിൽജി. വർഷത്തെ ചോദ്യപേപ്പർ ആൻസർ ചെയ്ത് വിടുമെന്ന് മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2016 മുതലുള്ള ചോദ്യങ്ങളാണ് നൽകുന്നത് കേട്ടോ. ക്ലിയർ കുറവാണല്ലേ? മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക.